just realized I've built walls a mile high to protect my heart, but now I'm all alone, stuck on the inside. ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓമീസ് ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായ രീതിയിൽ നമ്മളിന്നൊരു സ്നോമാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എഗ് കാർട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു എഗ് കാർട്ടൺ നിങ്ങൾക്ക് കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതാ ഒരു വേസ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചോദിക്കുക, ഏട്ടാ എനിക്ക് ആ എഗ് കാർട്ടൺ ഒന്ന് തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരും. ചെറിയ മക്കളല്ലേ, തീർച്ചയായിട്ടും അവരെന്തെങ്കിലും നമുക്ക് തരും. ഇതിന് കാശ് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പീസസ് അല്ല, നമുക്ക് 4 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. 4 പീസസേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനതൊന്ന് വൃത്തിക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അതായത് അതിൻ്റെ ചുറ്റിലുള്ള എക്സസ് ആയിട്ടുള്ള പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ചിലത് വൈറ്റ് ഉണ്ടാവും, പിന്നെ ഈ ഒരു കളർ ഉണ്ടാവും, പിന്നെ അങ്ങനെ വേറെ കളേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ഇതിന് പെയിൻറ്റ് ചെയ്യും. അപ്പം വൈറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരണില്ല. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതേ പറഞ്ഞതുപോലെ ഞാനൊരു 4 എണ്ണം ഇതേപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഇതുപോലെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, അതിന് ശേഷം മാത്രം ഒട്ടിക്കുക കേട്ടോ. അതായത് ഒരു ലെവലായിട്ട് നിൽക്കുന്നത് മാത്രമേ നമുക്ക് ഒട്ടിച്ചിട്ട് കാര്യമുള്ളൂ, അത് മാത്രമേ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ 2 എണ്ണം കൂട്ടി ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് ഒട്ടിക്കണേന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു ഫെവി ബോണ്ട് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പശ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. ഒരു കുഞ്ഞു പീസ് മതിയേ. എന്നിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ അതിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കോമ്പസ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. കോമ്പസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. റൗണ്ട് ഷേപ്പിൽ എന്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. കാർഡ്ബോർഡ് പീസ് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മിഡിലായിട്ട് ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കണത്. അതിൻ്റെ മുകളിലായിട്ട് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കറക്റ്റ് നടുവിൽ തന്നെ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. മിഡിൽ തന്നെ ഒട്ടിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു ക്യൂട്ട്നെസ് പോവും. നമ്മളിതൊരു ക്യാപ്പ് പോലെയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നോമാൻ്റെ തൊപ്പിയാണ് ഇത്. അപ്പോൾ ദേ നമ്മുടെ തൊപ്പി നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട്. രണ്ടും നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഒരു പീസ് ഞാൻ വൈറ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്നോമാൻ്റെ ബോഡിയാണ്, അപ്പം ഒബ്വിയസ്ലി വൈറ്റ് തന്നെ ആവുമല്ലോ. അപ്പോൾ അത് ഞാൻ വൈറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. സ്നോമാൻ്റെ ബോഡി ഫുള്ളായിട്ട് ഞാൻ വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോട്ട് കൊടുക്കണം കേട്ടോ. ഒരു കോട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. 2 കോട്ട് കൊടുത്തിട്ട് ഒരു പെർഫെക്ഷൻ ഇല്ല, 3 4 ഒക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഈ ഒരു ബ്ലൂ കളറല്ലേ എൻ്റെ എഗ് കാർട്ടൺ, അതുകൊണ്ട് അത്രയും എണ്ണമൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 കോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ക്യാപ്പ് ഞാൻ ബ്ലാക്ക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. അടിവശവും എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്നോമാൻ്റെ ബോഡിയും ഹെഡും ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്യാപ്പ് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക.
പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി എന്ന് തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ദേ നമ്മൾ ക്യാപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നോമാന് ഒരു റിബണൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറിലുള്ള ക്ലോത്തിൻ്റെ പീസായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സാറ്റിൻ റിബണ് നല്ല വീതിയായത് കാരണം ഒരു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക, എന്തെങ്കിലും കുഴപ്പമില്ല. കെട്ടിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സേഫായിട്ട് സെക്യൂറായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അതേപോലെ ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ആ ഒരു പീസ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള പാർട്ടൊക്കെ നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് ട്രിം ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 കണ്ണുകളാണ് കേട്ടോ. സ്നോമാന് കണ്ണുണ്ടെങ്കിലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്ക് തന്നെയാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഐസ് വാങ്ങിക്കാനൊക്കെ കിട്ടും. അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ബ്ലാക്ക് കളർ പേപ്പർ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കണത്. അപ്പോൾ പഞ്ചിങ് മെഷീൻ ഇല്ലാത്തവർ ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് കത്രിക വെച്ച് കട്ട് ചെയ്താലും മതിയേ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടും ആ കണ്ണിൻ്റെ സ്പേസിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ള കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണാറില്ലേ സ്നോമാൻ ക്യാരറ്റൊക്കെ മൂക്കായിട്ട് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ അതേപോലെ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞാക്കിയിട്ടൊന്ന് ടൈറ്റാക്കി മടക്കിയെടുക്കുക. അതിനുശേഷം അത് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യുക. അതായത് നമുക്കൊരു കുഞ്ഞു പീസേ ആവശ്യമായിട്ടുള്ളൂ. കാരണം വലിയ മൂക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തികേടായിരിക്കും. നമ്മുടെ സ്നോമാൻ കുഞ്ഞിതല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് ഞാൻ വെക്കണത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ച് വലുത്, ഇതിലും കുഞ്ഞിതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിലും കുഞ്ഞിതൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മൂക്കായിട്ട് വെച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് സ്നോമാൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ കുറച്ച് ബട്ടൺസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിലെ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഞാൻ കുറച്ച് റൗണ്ട്സ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ബട്ടൺസ് പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. താഴെയായിട്ട് ബട്ടൺസ് പോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ് വരെ. അപ്പം നമ്മുടെ സ്നോമാൻ്റെ ഏകദേശം പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വാ വരച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വേണ്ടാന്നായിരുന്നു വിചാരിച്ചത്, കാരണം വാ വരയ്ക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു കളർ പെൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വാൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഒരു പൂർണ്ണത വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുക. അപ്പോൾ ദേ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്നോമാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റണം തന്നെയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ആയിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാം.
അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.